മരണം എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ? മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ആഗ്രഹിക്കുന്നു. എന്നാൽ മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ ഒരു മാർഗം ബൈബിൾ വിവരിക്കുന്നു. ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അതെല്ലാ പാപങ്ങളും തുടച്ചു നീക്കുന്നു. സ്നേഹമുള്ളവരെ, ഫ്രാൻസിസ് അസീസി ധനികനാണ്. പട്ടുവ്യാപാരശാല സ്വന്തമായുണ്ട്. ഒരിക്കൽ അവിടെ കച്ചവടം നടത്തുമ്പോഴാണ് ഒരു കുഷ്ഠരോഗി ഭിക്ഷ യാചിച്ച് കടന്നു വന്നത്. ആട്ടിയോടിച്ചു. എന്നാൽ അപ്പോൾ തന്നെ മനസ്സ് മാറ്റി കയ്യിൽ കിട്ടിയ പണവും വാരിക്കൊണ്ട് ഓടി. ആ കുഷ്ഠരോഗിയെ കണ്ടെത്തി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ആ തുക നൽകി. പെട്ടെന്നൊരത്ഭുതം, അത് യേശുവായി മാറി. സ്നേഹമുള്ളവരെ, ജലം ജ്വലിക്കുന്ന തീയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം 30-ാം തിരുവചനം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിലെ ഒരു രംഗം. ഗേറ്റിങ്കൽ ധാരാളം യാചകർ വരും. ചിലർ ഒന്നിലധികം പ്രാവശ്യം വരും കൂടുതൽ പണം കിട്ടാൻ. അവരെയൊക്കെ സിസ്റ്റേഴ്സ് ഓടിക്കാറുണ്ട്. എന്നാൽ ഫൗസ്റ്റീന മാത്രം പുഞ്ചിരിച്ചുകൊണ്ട് അവർക്ക് ഉള്ളത് കൊടുക്കും. സ്നേഹത്തിന്റെ പ്രമാണം. അയൽക്കാരനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശുവും അത് തന്നെയല്ലേ പഠിപ്പിച്ചത്? ദൈവസ്നേഹവും സഹോദര സ്നേഹവും. നമുക്കും പരസ്പരം സ്നേഹിക്കുന്നവരാകാം. അങ്ങനെ ദൈവത്തെ നമുക്ക് അനുകരിക്കാം. ദൈവത്തിന്റെ സാക്ഷികളായി മാറാം. എല്ലാവരെയും സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.